Leute, welcome back to my YouTube channel. എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കുമല്ലേ ശരിക്കും എന്താണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത്? ഇന്നത്തെ കാലത്താണെങ്കിൽ എല്ലാവരും പോകുന്നത് ഈ ഹൗസ് ബിൽഡിങ്ങിനായിരിക്കും. പക്ഷേ മിക്കവർക്കും കറക്റ്റായിട്ട് അറിയില്ല എന്താണ് ഈ ഹൗസ് ബിൽഡിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ഹൗസ് ബിൽഡിംഗ് കോഴ്സിനെ പറ്റി അറിയാൻ പറ്റും. ഏതൊക്കെ കോഴ്സസ് വരുന്നുണ്ട് ആൻഡ് ഇതിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, എത്രത്തോളം സ്റ്റൈഫൻഡ് കിട്ടും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് വീഡിയോയിലിട്ട് കാണാം. ഹൗസ് ബിൽഡിംഗ് എന്നത് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സാണ്. അതായത് ഒരു അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് പോലെ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേറ്റ് ആയി പഠിച്ചിറങ്ങുന്നതല്ല, മറിച്ച് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അണ്ടറിൽ നിന്ന് പഠിച്ച് അവിടെ പാസ് ഔട്ട് ആവുന്നതാണ്. ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 100% പ്ലേസ്മെന്റ് ആയിരിക്കും. നമ്മൾ എവിടെ തന്നെയാണോ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എവിടെ തന്നെയാണോ പഠിച്ച് അവിടെ തന്നെ നമുക്ക് പെർമനന്റ് ആയിട്ട് വർക്കിന് കയറാൻ പറ്റും. അതെല്ലാം ഇപ്പം പഠിച്ചിറങ്ങിയതിനു ശേഷം അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ജർമ്മനിയിൽ മാത്രമാണോ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും ഡൗട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. സോ ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയൊക്കെ പോയി പഠിക്കാം, എന്തെല്ലാം റിക്വയർമെന്റ്സ് വേണമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷമായിരിക്കും. ഇനി ചില കോഴ്സസിനാണെങ്കിൽ 3.5-4 വർഷം ഉണ്ടാവും. ഇതിന്റെ മെയിൻ റിക്വയർമെന്റ് അല്ലെങ്കിൽ ഇതിന് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ ഫോറിനേഴ്സ് എന്ന രീതിയിൽ ജർമ്മൻ ലാംഗ്വേജ് ആണ്. അത് B1 അല്ലെങ്കിൽ B2 വേണം. അതും ഈ പറഞ്ഞ പോലെ ഓരോ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹൗസ് ബിൽഡിംഗ് കോഴ്സ് മെയിൻ ആയിട്ട് തിയറി ആൻഡ് പ്രാക്ടിക്കൽ അവേഴ്സ് ആയിരിക്കും. ഇപ്പോൾ 1 മാസം തിയറി ആണെങ്കിൽ 1 മാസം പ്രാക്ടിക്കൽസ്. ഈ ജർമ്മൻ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഈ തിയറിയിൽ പഠിപ്പിച്ച പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പ്രാക്ടിക്കൽസ് വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഇത് ഭയങ്കര വലിയ ബെനിഫിറ്റ് ആട്ടോ. ഇപ്പോൾ എനിക്ക് പോലും തിയറിയിൽ പഠിച്ച പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ അത് പ്രാക്ടിക്കലി വരുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലായിട്ടുണ്ട്. ഈ ഹൗസ് ബിൽഡിംഗിൽ തന്നെ ഒരുപാട് കോഴ്സസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫോറിനേഴ്സിന് ഏറ്റവും സ്കോപ്പ് ഉള്ളതെന്ന് പറയുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ നോർമൽ നഴ്സിംഗ്. ഇനി ഹോട്ടൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഷെഫിനും സർവീസിനും, പിന്നെ അതുപോലെ ഷെഫിനും സർവീസിനും മിക്സ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടെ വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ്, ഫുഡ് ടെക്നോളജി. ഈ ഒരു 4 കോഴ്സ് ആയിരിക്കും ഏറ്റവും സ്കോപ്പ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. IT ഡ്രൈവേഴ്സ് ഒക്കെ പോലെ ഒരുപാട് വേറെ അതർ ഹൗസ് ബിൽഡിംഗ് കോഴ്സസും ഉണ്ട്. പക്ഷേ അതിനിപ്പോൾ ഫോറിനേഴ്സിന് അത്ര സ്കോപ്പ് ഇല്ല, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഹൗസ് ബിൽഡിങ്ങിന് സീറ്റ്സ് കിട്ടാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് കുറേ വേസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ വേ ആണ് FSJ അല്ലെങ്കിൽ ഔപെയർ. ഈ ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നതിന് മുമ്പ് ഔപെയർ എടുത്തിട്ട് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ FSJ എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. ഔപെയർ എന്താണെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ FSJ എന്താണെന്നുള്ളതും ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ചെക്ക് ചെയ്യുക. ബിക്കോസ് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ B1 or B2 നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ട്, അഡ്മിഷൻസ് എല്ലാം റെഡി ആയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് വരാവുന്നതാണ്. ഈ ഹൗസ് ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 4 എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. പ്രൊബേഷൻ സൈറ്റിൽ, അതായത് വന്ന് 6 മാസത്തിന് ശേഷം ഒരു എക്സാം, പിന്നെ ഫസ്റ്റ് ഇയറിൽ ഒരെണ്ണം, സെക്കൻഡ് ഇയറിൽ ഒരെണ്ണം, തേർഡ് ഇയറിൽ ഒരെണ്ണം. 6 മാസത്തെ ഒരു പീരീഡിനെ പ്രൊബേഷൻ പീരീഡ് എന്നും, ഫസ്റ്റ് ഇയറിൽ വരുന്നതിനെ ഫസ്റ്റ് ഇയർ എക്സാം, സെക്കൻഡ് ഇയറിനെ സുഷൻ പ്രൂഫും എന്നും, ആൻഡ് ലാസ്റ്റ് വൺ തേർഡ് ഇയറിനെ അബ്ഷ്ലൂസ് പ്രൂഫും എന്നാണ് പറയുന്നത്. ഇനി ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം നമുക്ക് പഠിത്തത്തോടൊപ്പം സ്റ്റൈഫൻഡ് കൂടെ കിട്ടുന്നതായിരിക്കും. അതായിരിക്കും ഇതിന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. വേറെ ഏതെങ്കിലും നാട്ടിൽ ഇങ്ങനെ പഠിത്തത്തോടൊപ്പം പൈസ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സസിന് എല്ലാത്തിനും, അത് ഏത് കോഴ്സും ആയിക്കോട്ടെ, നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും. വന്ന ആ മന്ത് തുടങ്ങി നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നതായിരിക്കും. ഏകദേശം 800 യൂറോ മുതൽ 1500 യൂറോ വരെയായിരിക്കും കിട്ടുന്നത്. അത് ഓരോ ഇയർ അനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ 800-900 ആയിരിക്കും, പക്ഷെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോൾ ആ പൈസ കൂടി വരും. അതുപോലെ തന്നെ ഓരോ കോഴ്സ് അനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും. ഹൗസ് ബിൽഡിങ്ങിന് ചില കമ്പനീസ് ലാപ്ടോപ്സ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കും. ചിലതിൽ മാത്രം കേട്ടോ. പക്ഷേ എനിക്കറിയാവുന്ന ഇവിടുത്തെ മിക്ക കമ്പനീസും ലാപ്ടോപ്സ് അല്ലെങ്കിൽ iPad ഫ്രീ ആയിട്ട് കൊടുക്കും. അവർ പഠിക്കുന്ന ആ ഒരു സമയത്ത് ഒരു 3-4 വർഷത്തോളം. പിന്നെ പഠിപ്പൊക്കെ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ലാപ്ടോപ്സ് iPads ഒക്കെ തിരിച്ചു കൊടുക്കണം. ഹൗസ് ബിൽഡിംഗ് കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B1 അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ +2 75% ആൻഡ് എബവ് നമുക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി മെയിൻ ആയിട്ട് വരുന്നതാണ് റെക്കഗ്നേഷൻ. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 17 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ജർമ്മനിയിൽ ഉള്ള ആളാണെങ്കിൽ ഏത് വയസ്സിലും നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് ചേരാം. പക്ഷെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ജോയിൻ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി തുടർന്ന് പഠിക്കണം. കാര്യം ഈ ഡിഗ്രി ഒക്കെ ആകുമ്പോൾ നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഹൗസ് ബിൽഡിംഗ് എടുത്തതിന് ശേഷം നമുക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ വൈറ്റർ ബിൽഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. വൈറ്റർ ബിൽഡിംഗ് എന്നത് നമുക്ക് ജോലിയോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അതിനിപ്പം ജോലി നിർത്തിയിട്ട് സെപ്പറേറ്റ് ഒരു ക്ലാസ്സിന് അങ്ങനെയല്ല, ഈ ജോലിയുടെ കൂടെ തന്നെ നമുക്കത് കൂടെ പഠിക്കാം.
പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വൈറ്റർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഹൗസ് ബിൽഡിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി ആലോചിക്കുന്ന, ലാംഗ്വേജിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.